നമുക്കറിയാം ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ ജോയിയെ കണ്ടെത്തി. തമ്പാനൂർ റെയിൽവേ ടണലിൽ അപകടത്തിൽ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. ഈ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം ആരായമുട്ടത്തെ വീട്ടിൽ എത്തിച്ചത്. ഏറെ വികാരഭരിതമായിരുന്നു ജോയിയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ 9:15 തകരപ്പറമ്പിലെ തോട്ടിൽ കോർപ്പറേഷൻ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. ബന്ധുക്കളും സഹപ്രവർത്തകരുമൊക്കെ തിരിച്ചറിയുകയായിരുന്നു. ഒടുവിൽ ഈ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഈ ഒരു ജോയിയുടെ തെരച്ചിൽ അവസാനിപ്പിച്ചു. എങ്കിലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. കാരണം ജോയിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം പോകാം. 48 മണിക്കൂർ നീണ്ട തിരച്ചിൽ അവസാനം ജോയിയുടെ മരണം സ്ഥിരീകരിച്ചു. ഈ പറയുന്ന ശ്രീചിത്ര ഹോമിൻ്റെ പിന്നിൽ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗത്താണ്, ഈ പോകുന്ന ഒഴുക്കുള്ള ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം രാവിലെയോട് കണ്ടെത്തിയത്. ആ സമയവും നേവിയുടെ ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ മുങ്ങൽ വിദഗ്ധരും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിനുശേഷം ജോയിയുടെയാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിക്കാനുള്ള സമയമെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോയിയുടെ ബന്ധുക്കൾ എത്തിയാണ്, ജ്യേഷ്ഠൻ്റെ മകൻ എത്തിയാണ് ഇത് ജോയിയാണെന്ന് തിരിച്ചറിയുന്നത് ഔദ്യോഗികമായി. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മാരായമുട്ടം വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ എത്തിച്ചത്. ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. സ്ഥലപരിമിതിയുള്ള ജ്യേഷ്ഠൻ്റെ മകൻ്റെ വീട്ടുമുറ്റത്താണ് മൃതദേഹം എത്തിച്ചത്. അവിടെ കൂടി നിന്ന ഉറ്റവരുടെയും ബന്ധുക്കളുടെയും കണ്ണുകളിൽ ഈറൻ അണിയിച്ചാണ് ജോയിയുടെ വിടവാങ്ങൽ. പ്രത്യേകിച്ച് അമ്മ 2 ദിവസമായി ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് ജോയിക്കായി കാത്തിരിക്കുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തുമ്പോഴും അത് ജോയി ആയിരിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് അമ്മയ്ക്കും. അടുത്ത ബന്ധുക്കൾ 2 സഹോദരിമാരുണ്ട്, ഒപ്പം തന്നെ ജോയിയുടെ മൂത്ത ജ്യേഷ്ഠനുമുണ്ട്. അവിടെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ മാത്രമാണ് ജോയിയും അമ്മയും താമസിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ട് സ്ഥലപരിമിതി കാരണം വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആ വിയോഗത്തെ സംബന്ധിച്ച് നാട്ടുകാരൊക്കെ തന്നെ ഒഴുകിയെത്തുകയായിരുന്നു ജോയിയുടെ വീട്ടിൽ. സംസ്കാര ചടങ്ങുകൾക്ക് മേയർ ആര്യ രാജേന്ദ്രൻ, ഒപ്പം തന്നെ സ്ഥലം പാറശാല MLA കൂടിയായിട്ടുള്ള CK ഹരീന്ദ്രൻ, ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ഡെപ്യൂട്ടി മേയർ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മേയർ പറഞ്ഞത് സംസ്കാര ചടങ്ങിൻ്റെ മുഴുവൻ ചുമതലയിൽ സർക്കാർ തന്നെ വഹിക്കും. തുടർ നടപടികളെ സംബന്ധിച്ച് മേയർ ഈ പരിശോധന നടത്തും. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള നടപടികളിലേക്കാണ് നഗരഭരണവും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പും പോകുന്നതെന്ന് മേയർ വ്യക്തമാക്കി. ഇവിടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം MLA ഇടപെട്ട് ഇവിടെ സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ MLA ഇടപെട്ടിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ ചെലവുകളും MLA ഇടപെട്ട് തന്നെ സർക്കാരിനെ കൊണ്ട് അതാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ ഇനി തുടർ നടപടികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നഗരസഭാ കൗൺസിൽ എന്നുള്ള നിലയിൽ തന്നെ ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതേസമയം സർക്കാരിൻ്റെ സഹായത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലാണ് ജോയിയുടെ കുടുംബം. കാരണം ജോയിയുടെ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ജോയിയുടെ വരുമാനം. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക, വീടുണ്ടാകുക, ഇതൊക്കെ തന്നെ വീട്ടുകാരുടെ വലിയ പ്രതീക്ഷയാണ്. ഇക്കാര്യത്തിൽ സ്ഥലം MLA കൂടിയായിട്ടുള്ള CK ഹരീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഒരു വീട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്ന് ജോയിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സാമ്പത്തികമായിട്ട് സഹായം ഉറപ്പായിട്ടും വേണം. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഴി ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ജോലി 10 ലക്ഷം രൂപ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ജോയിയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേക്കെതിരെ ഉയരുന്നത്. പലതരത്തിലുള്ള ന്യായീകരണം റെയിൽവേ ആദ്യഘട്ടത്തിൽ നിരത്തിയെങ്കിലും അത് പൂർണ്ണമായി പൊളിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദിത്തം, ചവറുകൾ മാലിന്യങ്ങൾ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം പ്രത്യേകിച്ച് നഗരസഭയ്ക്കും തദ്ദേശ വകുപ്പിനും ഇറിഗേഷനും ഒക്കെയാണ് എന്നതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതല്ല വസ്തുത. ഇത് റെയിൽവേയുടെ കീഴിൽ വരുന്ന ടണലാണ്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും റെയിൽവേക്കാണ്.
അവിടെ കയറി നഗരസഭയ്ക്കോ ഇറിഗേഷൻ വകുപ്പിനോ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോ കടന്നു കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഒന്നിലധികം തവണ മേയർ തന്നെ നഗരസഭ തന്നെ കത്ത് നൽകി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് വലിയ തരത്തിലുള്ള കെടുകാര്യസ്ഥതയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ച ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞു, ഇതിനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നല്ല, ആരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് അതിനർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് ഈ ടണലിൽ വൻതോതിൽ മാലിന്യം വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടി പാറ പോലെ ഉറച്ചു പോയിട്ടുണ്ട്. ഏത് മാലിന്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കും അറിയാമല്ലോ എന്ത് മാലിന്യമാണതെന്നുള്ളത്. റെയിൽവേ വിശദീകരിക്കേണ്ട ഒരു കാര്യം, റെയിൽവേക്ക് STP ഉണ്ടോ? ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ? അവരെന്താ ചെയ്യുന്നത്? വലിയ ശ്രമകരമായ ഉദ്യമമാണ് നഗരസഭയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വിഭാഗവും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിയത്. 48 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തി. അവസാനം ജോയിയെ രക്ഷിക്കാനായില്ല. തിരച്ചിലിന് അവസാനമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ആമയിഴഞ്ചാൻ തോടിലെ ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി അടിഞ്ഞു കൂടിയതും അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവും ഒക്കെ തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായി അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകും. കോടതി തന്നെ വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് റെയിൽവേക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. മാത്രമല്ല MP രാജേഷ് മന്ത്രി പറഞ്ഞത് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളിലേക്ക് സർക്കാർ പോകുന്നതാണ്. നിയമപരമായ നടപടി ഉണ്ടാകും, ഫൈൻ ഏർപ്പെടുത്തും, ജയിൽ ശിക്ഷ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ബിനു. സമഗ്രമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു നിർഭൻ ചക്രവർത്തി.